നീറ്റ് പരീക്ഷാ വിവാദത്തിൽ സുപ്രീം കോടതി രജിസ്ട്രിക്ക് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ അഭിഭാഷകർ. ഈ പരീക്ഷ വീണ്ടും നടത്തണമെന്നൊരു ഹർജി അത് വേഗത്തിൽ പരിഗണിക്കണമെന്നാണ് കത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, പരിഗണിക്കാൻ വേണ്ടി ഒരു ഉന്നത സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ പറയുന്ന ആവശ്യം എന്താണ്? ഈ നീറ്റ് പരീക്ഷാ വിവാദം വലിയ തിരിമറി നടന്നു എന്നെല്ലാമുള്ള ആരോപണത്തിന് ശേഷമാണ് 4 അംഗ സമിതിയെ ഇത് അന്വേഷിക്കാൻ നിയോഗിച്ചത്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ പരീക്ഷ തന്നെ പുതിയ പരീക്ഷയായി നടത്തണം, നിലവിൽ നേരത്തെ നടത്തിയ പരീക്ഷ റദ്ദാക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയി ഹർജി നൽകി. ഈ ഹർജി വേഗത്തിൽ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി രജിസ്ട്രിക്ക് അഭിഭാഷകർ കത്ത് നൽകിയിരിക്കുന്നത്. ഇതിൽ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം 67 പേർക്ക് ഗ്രേസ് മാർക്ക്, 47 പേർക്ക് ഗ്രേസ് മാർക്ക് നൽകിയിരിക്കുന്നു. 60-ലധികം പേർക്ക് 1-ാം റാങ്ക് വന്നിരിക്കുന്നു. 2 റാങ്കുള്ള മിക്കവരും ഗ്രേസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ 1-ാം റാങ്ക് ആയിരിക്കുന്നു. 6 പേർ, ഇങ്ങനെ 1-ാം റാങ്ക് ലഭിച്ച 6 പേർ ഒരേ സെന്ററിൽ പരീക്ഷ എഴുതിയവരാണ്. ഇതിലെല്ലാം കുഴപ്പങ്ങളുണ്ട് എന്നതാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. എന്നാൽ അത്തരം ചോദ്യപേപ്പർ ചോർച്ചയോ അതല്ലെങ്കിൽ അട്ടിമറിയോ ഒന്നും നടന്നിട്ടില്ല എന്ന് NTA നിലപാടെടുക്കുന്നുണ്ട് എങ്കിലും അതൊന്നും പരിഗണിക്കാൻ ആവില്ല, വലിയ തിരിമറി നടന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സുപ്രീം കോടതിയെ വിദ്യാർത്ഥികൾ സമീപിച്ചത്. എന്തായാലും രജിസ്ട്രിക്ക് നൽകിയ കത്ത് പരിഗണിക്കപ്പെടുമോ എന്നതാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യം. ശരി.